ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നാത്തോൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ കറി വെക്കുന്നത് പോലെ സോയാബീൻ എങ്ങനെ കറി വയ്ക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാടൻ ചിക്കൻ കറി വെക്കുന്നത് പോലെ എങ്ങനെയാണ് സോയാബീൻ കറി വെക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് സോയാബീൻ വെച്ചിട്ട് ചിക്കൻ കറി പോലെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോയാബീൻ കൊണ്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോയാബീൻ ഒരു 200 ഗ്രാം സോയാബീനാണിത്. അത് ഓരോന്നും ഓരോ മുറിച്ച് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് കട്ട് ചെയ്തതാണ് ഈ സോയാബീൻ. അതിൽ കൂട്ടാനുള്ളതാണ് ഉരുളൻകിഴങ്ങ്. അതിൽ കഷ്ണമാക്കി ഇടാനുള്ളതാണ് ഉരുളൻകിഴങ്ങ്. ചിക്കൻ കറി ഉരുളൻകിഴങ്ങ് ഇട്ട് വെക്കുന്ന പോലെ. പിന്നെ അത് താളിക്കാൻ വേണ്ടി സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, അതിലേക്ക് വേണ്ട മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഉണ്ട്. അത് ഇതിൽ സോയാബീനിൽ പുരട്ടാൻ കൂടിയിട്ടാണത്. പൊടി, അതിലേക്ക് വേണ്ട മല്ലിപ്പൊടി, തേങ്ങ, നമുക്ക് പാല് പിഴിഞ്ഞൊഴിക്കാനായിട്ട്. നമുക്ക് ഈ സോയാബീൻ കുറച്ച് മുളകും മഞ്ഞളും ഉപ്പൊക്കെ തിരുമ്പിയിട്ട് വറുത്തെടുക്കാം. സോയാബീനിലേക്ക് ഇത് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡറാണ് ഇട്ടോണേ. ചില്ലി പൗഡറാണ് ഇട്ടോണേ. അത് കൂട്ടി തിരുമ്പി വെച്ചാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അത് അരിഞ്ഞു വെച്ച സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില നമുക്ക് ഈ ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. നന്നായി വാടിയതിന് ശേഷമാണ് നമ്മൾ ഉരുളക്കിഴങ്ങും റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ സോയാബീൻ ഇടുന്നത്. നമ്മുടെ സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി വാടിയുണ്ട്. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മൊരിയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും വറുത്ത് വെച്ച സോയാബീനും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സോയാബീൻ്റെ വറുത്ത് നന്നായി മൊരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും സോയാബീൻ വറുത്തും കൂടി ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച സോയാബീൻ, നമ്മുടെ മുളകും മല്ലിയും മഞ്ഞളൊക്കെ നന്നായി മൊരിഞ്ഞുണ്ട്. നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും സോയാബീനും ഇതിലേക്ക് ഇടാം. ഉരുളക്കിഴങ്ങ് വേറെ വേവിച്ച് വെച്ചതാണ് കേട്ടോ, അല്ലെങ്കിൽ ശരിക്കും വേവില്ല. ഇതിലേക്ക് നമ്മുടെ പാല്, അടിച്ചു വെച്ച പാല് ഒഴിക്കാം. നാളികേരപ്പാല്, തേങ്ങ അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാളികേരപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ ചിക്കൻ കറി പോലെയുള്ള സോയാബീൻ കറി ഇതേ സൂപ്പർ. അതിൻ്റെ കൂടെ നന്നായി തിളക്കുന്നുണ്ട്. കണ്ടണെങ്കിൽ ശരിക്കും ചിക്കനിൽ ഉരുളക്കിഴങ്ങിട്ട് വെച്ച പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളിൽ മസാലപ്പൊടി ഇടണ്ട. നൊയമ്പ് കാലമായിട്ട് പിള്ളേരൊക്കെ പറ്റിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഞങ്ങൾക്ക് ചിക്കനും ബീഫൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതാന്ന് പറഞ്ഞ് കൊടുക്കാൻ നല്ലതാണ്. ഞങ്ങൾ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഉണ്ടാക്കണം. പിള്ളേർക്ക് ചിക്കനും ബീഫൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അംഗമാണ് ഇപ്പോൾ നൊയമ്പായതുകൊണ്ട്. അപ്പോൾ ഇറച്ചിക്കറി കഴിക്കുന്ന പോലെ കഴിക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്കിത് നിർത്തി വയ്ക്കാം. ഇപ്പം നല്ല കുഴമ്പനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇതേവിടെ നന്നായി തിളച്ച് പറ്റി നല്ല പാകമായിട്ടുണ്ട്. അടിപൊളി ഉരുളൻകിഴങ്ങ് ഇട്ട ചിക്കൻ കറി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഒരു നല്ലൊരു ബൗളിലേക്ക് ആക്കി പകർത്താം. അപ്പം നമ്മുടെ സോയാബീൻ നാടൻ ചിക്കൻ കറി പോലെ വെക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇനി വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും എല്ലാത്തിനും നല്ല
അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ നല്ല പ്രോട്ടീൻ ഉള്ളതാണ്. സോയാബീൻ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരേക്കും ബൈ.